ഇല്ല മാം. ചൊല്ലട്ടെ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. Today's thoughts. Okay, today's thought ഞാൻ പറയട്ടെ. അബ്ദുൽ കലാമിന്റെ ഒരു തൊട്ടാണ് അദ്ദേഹം പറയുന്നത്, നമ്മൾ മനുഷ്യനാണ്, നമുക്ക് പല വീഴ്ചകളും സംഭവിക്കാറുണ്ട് അല്ലെ. അപ്പൊ വീണ് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്നാണ് ആര് പറയുന്നത്? അബ്ദുൽ കലാം. അതായത് നമുക്ക് വീഴ്ചകൾ ഉണ്ടാവാം, വീണ് പോകുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ തെറ്റല്ല. പക്ഷെ നമ്മുടെ തെറ്റെന്ന് പറയുന്നത് എന്താണ്? വീണ്ടെടുത്ത് നിന്ന് നമ്മൾ എഴുന്നേൽക്കാത്തതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്നാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. മനസ്സിലായോ? അതായത് വീണ് പോകുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. തെറ്റെന്ന് പറയുന്നത് എന്താണ്? അത് എഴുന്നേൽക്കാതിരിക്കലാണ്. വീണെടുത്തുനിന്ന് നമ്മൾ എഴുന്നേൽക്കാതിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്നാണ് പറയുന്നത്. ശരിയാണല്ലേ? അതെ മാം. വീണു പറഞ്ഞോളെ ആ വീഴ്ചയാണുള്ളത് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ഒരു വീഴ്ച സംഭവിച്ചാലും അതിനെ നാം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ കോൺഫിഡൻസ് പറയുന്നത് കേട്ടോ. സൈനിങ് സൈനിന് ആരുമില്ല. അത് ഞാൻ പറയട്ടെ എന്നാ. ഞാൻ പറയാം. ആന വരുന്നേ ചങ്ങാതി, ആന വരുന്നേ ചങ്ങാതി, ആകെയൊരുക്കാൻ ചങ്ങാതി, കരിമല പോലൊരു ചങ്ങാതി, കറുകറുള്ളൊരു ചങ്ങാതി, വണ്ണൻ കാലുകൾ 4 നീലൻ കൊമ്പുകൾ 2 തുമ്പിക്കൈയിട്ടാട്ടി ആട്ടി കൊമ്പൻ വരുന്നത് കണ്ടില്ലേ, പേടി വരുന്നേ ചങ്ങാതി, ഓടിയൊളിച്ചോ ചങ്ങാതി. സൈൻ ബൈ വിജി. Okay. Morning to all. Sorry, good afternoon to all. എല്ലാവരും ഹോംവർക്ക് എങ്ങനെയായി? എന്താ ആരും ഒന്നും മിണ്ടാതെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നേ? ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടി പറയാമോ? ക്ലിയർ ആയില്ലായിരുന്നു.
നോമ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 28 എല്ലാവരുടെ 20-ാം തീയതി നിലവ് കാണില്ലേ? 20-ാം തീയതി, 21-ാം തീയതി, നോമ്പിന്റെ അറിയില്ല മാം. ഇന്നലെ നമ്മുടെ കൂടെ MD40 പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നേ. എന്റെ പേര് എന്തോ മാം? കേൾക്കുന്നില്ല. നമ്മുടെ കൂടെ നമ്മുടെ ബാച്ചിലേ ഉള്ള ഒരു കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി. ഇന്നലെ ആയിരുന്നേ. ഇന്നലെ അടക്കമായിരുന്നു. റംസീനയുടെ റംസീന. റസ്മിന അല്ലല്ലോ, റംസീന അല്ലേ? റംസീനയുടെ എന്ത് പറ്റിയതാ? പെട്ടെന്നുള്ള മരണാന്നാ പറഞ്ഞത്. ആണോ? ആളെവിടെ? സ്ഥലം എവിടെയാണ്? തൃശ്ശൂര് എവിടെയാന്ന് അറിയില്ല. തൃശ്ശൂര് ഷിജ്നാസിനറിയാം. ഷിജിനാസിന്ന് പറ്റുമെങ്കിൽ പോവെന്നാ പറഞ്ഞതേ. നമ്മുടെ ടെൻഡൻസീസ് ഓഫ് മാനർ എടുത്തോണ്ടിരുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ഇടുക കേട്ടോ. ഇതിന് PDF കുറച്ച് ലേറ്റ് ആവും പറയാനായി. ഫസ്റ്റ് മുതൽ ഇങ്ങനെ വന്നെടുക്കുന്നുണ്ട്. എടുക്കും. അധികം വെയിറ്റഡ് ആയിട്ടുള്ളതാണോ? അല്ലല്ല, ഒരു 55 വയസ്സൊക്കെ കാണുമായിരിക്കും, കണ്ടിട്ട് തോന്നുന്നു. പേജ് നമ്പർ പറയാൻ ടെൻഡൻസീസ് ഓഫ് മാൻ ആണ് എടുക്കുക. തുടങ്ങിയിട്ടില്ല. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞല്ലേ? കാൽക്കുലേഷൻ മാത്രമല്ല എടുക്കാനുള്ളൂ. PDF എടുക്കാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. PDF വരുന്ന വരെ അതൊന്ന് കണ്ടുപിടിച്ച് പറയണം. ഓക്കെ, റെഡിയാണോ? യെസ് മാം. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ശബ്ദം ബ്രേക്ക് ആവുന്നുണ്ട് മാം. കുറച്ച് സൗണ്ട് കുറവുള്ളതുപോലെ തോന്നുന്നു. പിന്നെ ആക്ടിവിറ്റി ചെയ്തിട്ട് കാര്യമില്ല. എന്നിരുന്നാൽ പോലും എന്തെങ്കിലും ഒക്കെ കേൾക്കാൻ പറ്റുന്നില്ലേ? സൗണ്ട് കുറവുണ്ട്, കേൾക്കുന്നുണ്ട്. സൗണ്ട് കുറവുണ്ടെന്നേ. സൗണ്ട് കുറവാണ്. ഓക്കെ, ഞാനൊരു പാട്ട് പാടാം. അതിന്റെ ആദ്യത്തെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാവോ നിങ്ങള്? ശ്രമിക്കാം മാം. പാടി കഴിഞ്ഞിട്ട് പറഞ്ഞോ. ഡയറക്ടർ പാടാം. കേൾക്കാലോ? പാട്ട് കേട്ടിരിക്കണോ? ആണോ? അതെ മാം. നല്ല ഇങ്ങനെ തന്നത്. ഓക്കെ,
പറയണേ. സ്റ്റാർട്ട്. We want to start. വയലിലു പുതുമഴയായോ കതിരാടുകളാം വയനകൾ കദളികൾ ചാർത്തും വയലിലു പുതുമഴയായി കതിരാടുകളാം കദളികൾ ചാർത്തും ഞാനൊന്നും കേട്ടില്ല. എന്റെ ഫോണിന്റെ പ്രശ്നമാണ് എന്താണെന്നറിയില്ല. സൗണ്ട് ബ്രേക്ക് ആയിട്ടുണ്ട്. അല്ല ക്ലാസ് നടക്കുന്നതിന്റെ പ്രോബ്ലം. അതെ മാഡം പാടിക്കൊണ്ടിരുന്ന സമയത്തിന് മാം സൗണ്ട് തീരെ ഇല്ല, ഡൗൺ ആയിപ്പോയി. ലോ വോയിസ്, വേർഡ്സ് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇല്ല. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാത്തോണ്ടാണല്ലോ നിങ്ങൾ പറയാത്തത് അല്ലേ? ഉറപ്പല്ലേ? കേൾക്കാത്ത ഈ സോങ് ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ. ഇപ്പൊ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? പറയുമ്പോ ക്ലിയർ ആണ് മാം, ടോക്ക് ചെയ്യുമ്പോ ക്ലിയർ ആണ്. ഒന്ന് പാടി നോക്കാം. കേക്കോ. വയലിത് പുതുമഴയായി കതിരാടകളായി വയനതും കദളികൾ ചാർത്തും കാവേരിയാ ഇളവേക്കുവാനൊരു പൂങ്കൊടി തളിർപ്പന്തലും നറുമുന്തിരി ഒരു വെൺപട്ടുമൂലിരയിൽ മുത്തായി വരൂ ആകാശമാകെ. ആകാശമാകെ കനിമല കതിരുമാൻ പുലരിക്കും പണ്ടിലെ പൂവിടാൻ കൊതിയായി നീ വരൂ ആകാശമാകെ കനിമല കതിരുമാൻ പുലരിക്കും മഞ്ഞിനു പൂവിടാൻ കൊതിയായി നീ വരൂ ആകാശമാകെ BDF എത്തിയില്ലല്ലോ. അതിലും നല്ല കാര്യം എല്ലാരും വൈവയുടെ കാര്യത്തിൽ ടെൻഷനായിട്ടിരിക്കുന്നു. ഒന്ന് റിലീസായി. എന്ത് വൈവ? ഒരു ടെൻഷൻ വേണ്ട. വേറൊരു പാട്ടോണി പാടാം. അതിന്റെ ഫസ്റ്റ് ലൈൻ കിട്ടോ നോക്കിയേ. ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാം ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാം എങ്ങനെ ഞാൻ തുടങ്ങണം സങ്കൽപ്പം പേരിടാ എങ്ങനെ ഞാൻ തുടങ്ങണം സങ്കൽപ്പം പേരിടാ പാടുന്നില്ലേ? ബാക്കിലേ അറിയില്ല. തോറ്റോ? അറിയില്ല. 2 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2
അറിയില്ല, കേട്ടിട്ടില്ല. ഇല്ല മാം, അറിയില്ല. കേട്ടിട്ടുണ്ടോ? ഫസ്റ്റ് ലൈൻ കേൾക്കാൻ മനസ്സിലാവും കേട്ടോ. അവിടും ഗാനം കേൾക്കാൻ ചെവിയോ രികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വരാനെന്തൊരു നാളും വരാനെന്തൊരു നാളും. കേട്ടിട്ടില്ലേ ഇത്? കേട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ ടോണുള്ള പാട്ടാണ് ലൈൻ വേറൊരു കേട്ടോ. പാട്ട് വേണ്ടി. ഇതേ സെയിം ടോണാണ് മറ്റേ പാട്ടല്ലേ. പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവ് കണ്ടു കിളിവാനേട്ടു കാത്തിരുന്നു ഞാൻ. അതും ഇതേ രാഗങ്ങൾ തന്നെയാണ് അതില് സെയിം ഒരേപോലെ അല്ലേ തോന്നുന്നു കേട്ടിട്ട്. അപ്പൊ അതിലെ അനുപല്ലവി ആടുമ്പോ ഇതിലെ പല്ലവി ആണെന്നൊക്കെ തോന്നിപ്പോ. അങ്ങനെയൊക്കെ മാറി മാറി പോകുന്ന പാട്ടുകളാണ്. എല്ലാ അർത്ഥമുള്ള പാട്ടുകളാ. എൻ്റെ ഒരു 70s 80s കുറെ കളക്ഷൻ ഉണ്ട്. 70s മുതല് ഹിന്ദി, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം. ഇപ്പൊ തുടങ്ങി പഠിച്ചാണെന്ന് നമ്മുടെ വീട്ടില് റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ ഉള്ളപ്പോ തുടങ്ങി കേട്ട് പഠിച്ചാണോ പറ്റണം. അപ്പൊ മുതലേ അതിനൊരു സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് മുതലേ കേൾക്കണം. അന്ന് നമുക്ക് ആകാശവാണി കൊച്ചിയിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ? തെന്നൽ എന്ന് പേരുള്ള ഒരു ആർജനെ. തെന്നൽ. പിന്നെ അശ്ചിച്ച് പിന്നീട് വന്നത്. അതിന് മുമ്പ് തെന്നൽ എന്ന് പേരുള്ള ഒരു ആർജയാണ്. നിങ്ങൾ റേഡിയോ ഒന്നും കേൾക്കുന്ന ആൾക്കാരല്ലേ? നേരത്തെ കേൾക്കുമായിരുന്നു, ഇപ്പഴില്ല. കേക്കുമായിരുന്നു. പണ്ട് കുറച്ച് കുഞ്ഞിലെ, കുറച്ചും കൂടെ പ്രായത്തിന് മുമ്പ് കേക്കുമായിരുന്നു. ഓരോ ഗ്രാമങ്ങളിലൂടെ ഈ സ്റ്റാർ പിന്നെ സ്റ്റാർ സിംഗർ വന്ന പിന്നെ ഇങ്ങനത്തെ പാട്ടുകൾ കേട്ട് ഇങ്ങനെ ഫെമിലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ പണ്ടൊന്നും കേട്ടിട്ടില്ല. അങ്ങനെയാ. എനിക്ക് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? അങ്ങനെ ചോദിച്ചാ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടാട്ടാ. ഞാൻ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാ. പണ്ടത്തെ റേഡിയോയിലെ ഒരു പ്രോഗ്രാം എനിക്ക് ഓർമ്മയുള്ളത് നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോയി അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് ഇങ്ങനെ ഏത് പാട്ടാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കുന്ന ഒരു പാട്ടില്ലേ റേഡിയോയില്. പിന്നെ ഒരു ഹക്കീം കൂട്ടായിന്റെ ഇത് വാർത്ത വായിക്കുന്നത് വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. അത് ഇപ്പൊ ഒരു ഓർമ്മയാണ്. അത് പണ്ട് എന്റെ ഉമ്മാന്റെ വീട്ടില് ഓണ സമയത്തൊക്കെ 10 ദിവസം പൂട്ടുമ്പോ നമ്മള് കുട്ടികള് മാത്രം, ഞാനും ചിലപ്പോ എന്റെ ചേച്ചി ഉണ്ടാവും, അല്ലെ അനിയത്തി ഉണ്ടാവും, അങ്ങനെ പോവും. അപ്പൊ അവര് ഭയങ്കര ഒരു കറക്റ്റ് ഒരു സമയത്ത് കിടക്കും, കറക്റ്റ് എഴുന്നേൽക്കും, അങ്ങനെ ഒരു ടൈമിങ് അവരുടെ. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളും കിടന്നിരിക്കണം. ഇപ്പൊ ഒരു 8:30 9 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പോയി കിടക്കണം. അപ്പൊ നമുക്ക് കുറേ സമയം ഉറങ്ങിയതുപോലത്തെ ഒരു ഫീലാ. അപ്പൊ 6 മണി എന്ന് പറയുമ്പോൾ നമ്മള് വെട്ടം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു കിടക്കും. 5 മണിയൊക്കെ ആവുമ്പോ നമുക്ക് ഉറക്ക് തെളിയും. അപ്പൊ ഉണർന്നിരുന്നിട്ട് നമ്മളിങ്ങനെ വെട്ടം വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പൊ 6 മണി കറക്റ്റ് ആകുമ്പോ പപ്പ വന്നിട്ട് റേഡിയോ ഓൺ ചെയ്യും. നമ്മൾ കിടക്കുന്ന റൂമിലാ റേഡിയോ ഉള്ള. റേഡിയോ ഓൺ ചെയ്യുമ്പോ ഫസ്റ്റ് 6 മണിക്ക് ഹക്കീം കൂട്ടായിന്റെ വാർത്തയുണ്ടാവുക. അതങ്ങനെ കേട്ട് ആ ഒരു 10 ദിവസം നമ്മളെ ഒരു ഓർമ്മയാ, റേഡിയോ കേട്ട ഒരു ഓർമ്മ. ആ സമയത്തൊക്കെ TV വന്നു, പക്ഷെ ഉപ്പാപ്പാക്ക് അത് ശീലാ റേഡിയോയില് വാർത്ത കേൾക്കുന്നതും. പിന്നെ ഈ നാട്ടുവഴിയിലീണം അത് കഴിഞ്ഞ പാടെ ഞാൻ തോന്നുന്നു ഈ നാട്ടുവഴിയിലീണങ്ങൾ എന്നുള്ള പ്രോഗ്രാം വരുന്നത്. ഈ നാടിന്റെ ഒക്കെ ഭംഗി പറയുന്ന വേറൊരു പാട്ടുണ്ട്, നല്ല രസമാണ് കേൾക്കാൻ. സിനിമയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇന്നലെ തന്നെയാവുന്നത്. അതിന്റെ ഒരു പല്ലവി ഞാൻ അനുപല്ലവി കാണാം. പല്ലവി നിങ്ങൾ പാടാൻ പറ്റും നോക്കണേ. ടീച്ചർ എന്താണ് പാട്ട് പാടണമെന്നാണ് വിചാരിക്കുന്നേ? നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് 1:30 വൈവ ഉണ്ട് അല്ലേ?
ഒരു പ്രശ്നമില്ല, വൈവേക്കത് ഇത്രേ ഉള്ളൂ കേട്ടോ, ഇത്രേ ഉള്ളൂ. കഴിയുമ്പോ മനസ്സിലാവും അത്രേ ഉള്ളൂ വൈവേന്ന് കേട്ടോ. യെസ്, ഇത് കേട്ടിട്ടുണ്ടോ നോക്കിയേ, ഫസ്റ്റ് ലൈൻ പറഞ്ഞേ. ഈ കാട്ടിലെന്നിക്ക് പൂവാടയും കൊണ്ടേ വഴി മാധവം വന്നു, ദൂരെ വഴി മാധവം വന്നു. പാൽക്കതിൽ പാടത്ത് പറക്കും പൈങ്കിളിക്കുള്ളം കൊതിച്ചു, നില പൈങ്കിളിക്കുള്ളം കൊതിച്ചു. സ്നേഹം മാണിക്യ കണികളായി, മാണിക്യ കണികളായി. മാം സൂര്യാംശു ആണോ? അതെ 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 സൂര്യ. അതെ, പഠിക്കാൻ അറിയില്ല, അറിയാമെങ്കിൽ മാം ഞാനൊരു പാട്ടോടെ അതിന്റെ ഫസ്റ്റ് ലൈൻ പറയാമോ? പറയാം. നോക്കട്ടെ. ഒരു തൂവൽ ചില്ല് കൊണ്ടു ഞാൻ എഴുതി നിൻ ഭാഗ്യജാതകം, ഒരു വാക്കിൽ പൂർണ്ണചന്ദ്രനെ കാണാൻ എൻ കൺമറന്നു. ഒരു യാത്രാമൊഴിയോടെ അല്ലേ? കറക്റ്റ്. നല്ല പാട്ടല്ലേ? ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് വരാം. നമ്മൾ ഇൻഡിപെൻഡൻസ് വരെ എടുത്തിരുന്നു അല്ലേ? ഇനി ഒരു പോയിന്റ് കൂടി പറയാനുണ്ടായിരുന്നു, മാനിപ്പുലേഷൻ. പഠിപ്പിച്ചു തന്നിരുന്നല്ലോ മാനിപ്പുലേഷൻ എന്താണ്? ഇല്ലല്ലോ, ഒരു ടെൻഡൻസിയാണ് മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ ശരിക്കും പറഞ്ഞാൽ വസ്തുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് മാനിപ്പുലേഷൻ. അഥവാ എന്താ പറയാ, നമ്മള് കുട്ടികൾക്ക് എന്തെങ്കിലും, ഇപ്പൊ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ്, അവരൊരു സാധനത്തിനെ പഠിക്കുന്ന എങ്ങനെയാണ്? തൊട്ടും കണ്ടും പിടിച്ചൊക്കെ അല്ലേ? ഫീൽ ചെയ്ത് അത് കാണും, ഇനി കണ്ടതിന് ശേഷം എന്ത് ചെയ്യും? അതിനെ പിടിക്കും, തിരിച്ചു മറിച്ചൊക്കെ എന്ത് ചെയ്യും? അതിനെങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അവരുടേതായ രീതിയിൽ മനസ്സിലാക്കുന്നതാണ്. അത് വേ ഓഫ് അവര് ഇൻഫർമേഷൻ അവർ മനസ്സിലാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? അവരുടെ രീതിയിലാണ്. അതായത് ഇപ്പൊ ഒരു പിങ്ക് ടവർ കണ്ടു കഴിഞ്ഞാൽ പിങ്ക് ടവറിന് കുട്ടികൾ എന്ത് ചെയ്യും? അതിനെ നോക്കും, അതിന്റെ കളറൊക്കെ പിടിച്ചു നോക്കും, അത് എത്രത്തോളം ഉണ്ട്, എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. പിങ്ക് ടവർ രൂപത്തിൽ മാത്രമല്ല, നമുക്ക് വേറെ ഷേപ്സും ചെയ്യാൻ പറ്റും. പിങ്ക് ടവർ മാത്രമല്ല കേട്ടോ, വേറെ ഷേപ്സ് നമുക്ക് കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അതേപോലെ ഇപ്പൊ വീട് പോലെയൊക്കെ നിർമ്മിക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ടാക്കാം, അങ്ങനെ പല ഷേപ്സിൽ. ചിലപ്പോ ക്യൂബ്സുകൾ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ, ഷേപ്സ് കിട്ടും. അപ്പൊ കുട്ടിയുടേതായ ഐഡിയയിൽ എന്താണ്, അതിനെ തൊട്ടും പിടിച്ചും കണ്ടും അറേഞ്ച് ഒക്കെ കുഞ്ഞിന്റെ ഐഡിയയിൽ അവൻ മാനിപ്പുലേറ്റ് ചെയ്യണം. അവന്റെ ഐഡിയാസിന് അവൻ എന്ത് ചെയ്യുന്നു? ആ ഒരു മാനിപ്പുലേഷൻ, ആ ഒരു പ്രവണത ഉപയോഗിച്ച് അവന് വേറൊരു രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ടെൻഡൻസിയാണ് എന്ത്? മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്യുന്ന മറ്റു ടെൻഡൻസി എന്ന് പറയുമ്പോൾ മാനിപ്പുലേഷനോട് അടുത്ത് കിടക്കുന്ന ടെൻഡൻസിയാണ് എക്സ്പ്ലോറേഷൻ അല്ലെ? അതെ, കണ്ടെത്താനുള്ള പ്രവണത കൊണ്ടാണ് കുഞ്ഞത് തിരിച്ചും മറിച്ചൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ക്യൂരിയോസിറ്റി ഉണ്ട് കുഞ്ഞിന് അല്ലെ? പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? റിപ്പീറ്റേഷൻ, ആവർത്തിച്ച് കുഞ്ഞത് എന്ത് ചെയ്യുന്നു? ആ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടമാണെങ്കിൽ അത് പഠിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ വീണ്ടും അതിങ്ങനെ മറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഒരു വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പ്രവണതയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ്, അത്രേ ഉള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നോർമലി നമ്മളൊരു കാര്യത്തിനെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയുന്നതിന് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയില്ലേ? പറയാം, അങ്ങനെ നമുക്ക് നമ്മളുടേതായ ഐഡിയാസിൽ നമ്മൾ അതിനെ പറയുന്നതിനെ നമുക്ക് മാനിപ്പുലേഷൻ എന്ന് പറയാം കേട്ടോ. കുറച്ചുകൂടി വലുതാവുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അത് എന്താണെന്ന് നോക്കും, തൊട്ട് നോക്കും, അതിനെ പിടിച്ചു നോക്കും, അവരുടെ രീതിയിൽ അവർ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാനിപ്പുലേഷൻ. അത് ഓരോ ഏജിനനുസരിച്ച് മാനിപ്പുലേഷൻ ടെൻഡൻസി മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് വലുതാവുന്നതിന് മുതിർന്നവരിൽ വ്യത്യാസമായിരിക്കും, അതുപോലെ കുഞ്ഞുങ്ങളിലും വ്യത്യാസമായിരിക്കും. ഓക്കെ, എന്നിരുന്നാൽ കൂടി മനുഷ്യനിൽ ഈ ഒരു പ്രവണത ഉള്ളത് കൊണ്ടാണ് പല രീതിയിലെ ഐഡിയാസുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂടാ, റഷ്യ. യെസ്,
ഇനി എല്ലാവരും കൂടെ ഒന്ന് നോക്കിയേ. ഈ ഒരു ടേബിൾ ഉണ്ടോ? ടേബിൾ 1, phase 1, phase 2 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോ ടെൻഡൻസിയും അത് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കത് ഓരോന്ന് നോക്കാം. സ്റ്റെപ്പ് 1 ടേബിൾ 1 സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ, ടെൻഡൻസീസ് ഓഫ് മാൻ, റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ. അപ്പൊ സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സാംസ്കാരികമായി നമ്മൾ പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണ്, ഏത് തലങ്ങളിലാണ് നമ്മൾ പൊരുത്തപ്പെടുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ സാംസ്കാരിക തലത്തിൽ ഏതുതരം മാനുഷിക പ്രവണതയാണ് ഉണ്ടാകുന്നത്, ആ മാനുഷിക പ്രവണത ഏത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡിലാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്റ്റെപ്പ് 2 കൾച്ചറൽ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ അഡാപ്റ്റേഷൻ, ഏത് ഫീൽഡിലാണ് മനുഷ്യൻ അഡാപ്റ്റഡ് ആവുന്നത്, അത് ഏത് ടെൻഡൻസി ഉപയോഗിച്ചിട്ടാണ് അവൻ പൊരുത്തപ്പെട്ട് വരുന്നത്, അവന്റെ സാഹചര്യത്തിലേക്കും പൊരുത്തപ്പെട്ട് വരുന്നത്, അത് ഏത് തരം ആസെറ്റ്സിലാണ്, കൾച്ചറൽ ആയിട്ടുള്ള ഏത് ആസെറ്റ്സിലാണ്, അതായത് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഫേസ് 1 നോക്കിയേ, നിങ്ങള് പറഞ്ഞു തുടങ്ങുമ്പോൾ ക്ലിയർ ആവും കേട്ടോ. എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദ എൻവയോൺമെന്റ്. എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈങ് എൻവയോൺമെന്റ്, മനുഷ്യൻ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ, എന്താണ് ചെയ്യുന്നത്, പരിസ്ഥിതിയെ കുറിച്ച് അറിയുകയും അതിനെ പര്യവേഷണം ചെയ്യാനായിട്ടും പ്രിപ്പയർഡ് ആവുകയും ചെയ്യുന്നു. അത് ഏത് തരം ടെൻഡൻസിയാണ്? ഏതുതരം ടെൻഡൻസിയാണ്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. എക്സ്പ്ലോറിംഗ് ആൻഡ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്താണ്? ഓർഡറിംഗ് ആണ് അല്ലെ. ക്ലാസിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ്? ഓർഡർ ആണ് അല്ലെ, സീക്വൻഷ്യൽ വരുന്നത്. അതുകൊണ്ട് 2 ടെൻഡൻസിയാണ് വരുന്നത് ഫേസ് 1 എക്സ്പ്ലോർ ആൻഡ് ക്ലാസിഫൈ ദ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് പരിസ്ഥിതിയെ പര്യവേഷണം ചെയ്യുകയും അതോടൊപ്പം തന്നെ എന്താണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്ന, ഈ വർഗീകരിക്കുകയും ചെയ്യുന്ന ടെൻഡൻസിയാണ് എന്ത്? എക്സ്പ്ലോറേഷൻ ആൻഡ് ഓർഡർ. ഓക്കെ, അത് മനസ്സിലായോ? ഈ 2 കാര്യങ്ങൾ മനസ്സിലായോ? നെക്സ്റ്റ്, അത് ഏത് ഫീൽഡിലായിരിക്കും വരുന്നത്, ഏത് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ആയിരിക്കും വരുന്നത്? നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററി. ഓക്കെ, നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചില്ലേ, പുരാതന മനുഷ്യ, ആദിമ മനുഷ്യനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് ആദിമ മനുഷ്യൻ പല കാര്യങ്ങളും കണ്ടെത്തിയത്. ഓർക്കുന്നുണ്ടോ? യെസ്, ദാറ്റ് ഈസ് നാച്ചുറൽ. അപ്പൊ അതിന് എക്സ്പ്ലോറേഷൻ ഓർഡർ എന്ന സിറ്റുവേഷൻ ആ ടെൻഡൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അസെറ്റ്സുകളാണ് എന്താ നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഫേസ് നോക്കിയേ. അടുത്ത ഫേസിൽ എന്താ പറയുന്നത്? ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. ഷെയറിംഗ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻവയോൺമെന്റ്. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഏത് ടെൻഡൻസി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? ഏത് ടെൻഡൻസീസ് വരുന്നുണ്ട് അതില്? Gregariousness and communication. കൂട്ടം ചേരലും ആശയവിനിമയവും എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രിഗേറിയസ്നെസ് നമ്മുടെ ഫീലിങ്സ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന മാധ്യമം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ആശയവിനിമയമാണ്, കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അല്ലെ. യെസ്, അപ്പൊ അതിന് സഹായിക്കുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കൾച്ചർ ഏതാണ്, ആസ്പെക്ട്സ് ഏതാണ്? ലാംഗ്വേജ് ആണ് അല്ലെ. ഫീലിങ്സ് ഷെയർ ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? അതായത് കൾച്ചറാണ്, ലാംഗ്വേജ് ആണ് കേട്ടോ, ഭാഷയാണ്. ഓക്കെ, യെസ്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുന്നില്ലേ? അത് അങ്ങനെ കണക്ട് ചെയ്ത് പറയണോ കേട്ടോ. യെസ്. അണ്ടർസ്റ്റാൻഡിംഗ് ദ എൻവയോൺമെന്റ്. പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഏത് തരം ടെൻഡൻസിയാണ്? അബ്സ്ട്രാക്ഷൻ. ക്യൂരിയോസിറ്റി വരുന്നുണ്ട്, എക്സ്പ്ലോറേഷൻ വരില്ല അവിടെ, അതും കൂടി അവിടെ കൂട്ടിച്ചേർക്കാം കേട്ടോ. എക്സ്പ്ലോറേഷനും എഴുതണം, അബ്സ്ട്രാക്ഷനും ക്യൂരിയോസിറ്റി. പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുന്നത് എന്താണ്? ഈ 3 ടെൻഡൻസികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെ. അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്, എക്സ്പ്ലോറേഷൻ ഉണ്ട്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഈ 3 ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് നമ്മൾ പ്യുവർ സയൻസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വരുന്ന കൾച്ചർ റിലേറ്റഡ് ആസ്പെക്ട്സ് ഏതാണ്? പ്യുവർ സയൻസിനെ കുറിച്ചിട്ട് കേട്ടോ. പ്യുവർ സയൻസ് മാത്രമല്ല, ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ അതേ സയൻസ് ഫീൽഡ് വരുന്ന എന്ത് കാര്യങ്ങളും അല്ലെ, ഇപ്പൊ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളാണെങ്കിലും അതർ ആസ്പെക്ട്സുകളാണെങ്കിലും എന്താണ്, ഇപ്പൊ പ്യുവർ സയൻസ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലെ. ദെൻ ലിറ്ററേച്ചർ വരാം, ആർട്ട് വരാം, അങ്ങനെ എന്ത് സയൻസിനെ കുറിച്ച് നമ്മൾ എന്താണ് എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തി മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ക്യൂരിയോസിറ്റിയിലൂടെ അത് നമുക്ക് നമ്മുടെ സയൻസിലെ പല കണ്ടുപിടുത്തങ്ങളും അബ്സ്ട്രാക്ഷന്റെയും ക്യൂരിയോസിറ്റിയും എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലെ.
പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ. അപ്പൊ അവിടെ ഒരു ടെൻഡൻസിയും കൂടി വരൂലേ, റിപ്പീറ്റേഷൻ വരൂലേ. ഈ സയൻസിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപോലെ ഫോർമുലാസ്, തിയറീസ് എല്ലാം നമ്മൾ എന്തിന്റെ ഭാഗമായിട്ടാണ് പല പ്രാവശ്യം സയന്റിസ്റ്റുകള് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അതിന് എന്താ ചെയ്യാം, റിസർച്ചുകൾ ചെയ്തതിന് ഭാഗമായിട്ടല്ല അങ്ങനെ ഒരു ഫോർമുലാസും അല്ലെങ്കിൽ തിയറീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ഏതും കൂടി വരുന്നുണ്ട്, റിപ്പീറ്റേഷൻ എന്ന ടെൻഡൻസിയും കൂടി വരും. അത് എഴുതി ചേർക്കുക കേട്ടോ. ഓക്കെ, പ്യുവർ സയൻസിലല്ലേ മാം? പ്യുവർ സയൻസിൽ, അതായത് പ്യുവർ സയൻസിലല്ല, ഇവിടെ ടെൻഡൻസിയിൽ വരുമ്പോൾ ഏതൊക്കെ വരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. എക്സ്പ്ലോറേഷൻ വരും, റിപ്പീറ്റേഷൻ വരും, ക്യൂരിയോസിറ്റി വരും. ഇത് നാലുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരം കണ്ടുപിടുത്തങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ക്ലിയർ. യെസ്, നെക്സ്റ്റ് വൺ. ഇപ്പൊ ഫേസ് 1 നമ്മള് കുറച്ച് ടെൻഡൻസികളാണ് കൈകാര്യം ചെയ്തത്. ഏതൊക്കെ ഫീൽഡിലാണ്, ഏതൊക്കെ ടെൻഡൻസീസ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നതെന്നാണ്, അത് ഏത് ഫീൽഡിലും വരുന്നതെന്നാണ് നോക്കിയത് കേട്ടോ. ഇനി സെക്കൻഡ് ഫേസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, മോഡിഫൈ ദ എൻവയോൺമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇറ്റ്സ് ടു എൻഷുർ സർവൈവൽ ആൻഡ് കണ്ടിന്യൂറ്റി. എന്താണ് ഫേസ് 2 ഒന്ന് വായിച്ചു നോക്കി. ഫേസ് 2 രണ്ടാമത്തെ ഘട്ടത്തിലെ ടെൻഡൻസീസിലേക്ക് നോക്കുന്നതിന് മുമ്പ് ആ ഒരു ഭാഗം ഒന്ന് വായിച്ചു നോക്കി. ഫേസ് 2 എന്ന ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ പെർസെപ്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ധാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ധാരണയ്ക്ക് അനുസൃതമായിട്ട് പരിസ്ഥിതിയിൽ എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് അതിനേക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ള ടെൻഡൻസികൾ ഏതിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഏത് തരം ടെൻഡൻസിയാണ് നമ്മളുടെ അതിജീവനത്തിന്റെയും അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏതൊക്കെയാണ്? പരിസ്ഥിതി മീൻസ് നമ്മുടെ ചുറ്റുപാടുകളാണ്. കാൽക്കുലേഷൻ വരുന്നുണ്ട്, വർക്ക് വരും, repetition, concentration, self control. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത് ബേസിക്, അതായത് നമ്മുടെ നിലനിൽപ്പിനും തുടർച്ചയും ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ മനുഷ്യർ കാണിക്കുന്ന മാറ്റങ്ങൾ വരുത്താൻ, ചേഞ്ചസ് കാണിക്കാൻ വേണ്ടി മനുഷ്യർ കൊണ്ടുവരുന്ന ടെൻഡൻസീസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് എന്ത്? കാൽക്കുലേഷൻ, വർക്ക്, റിപ്പീറ്റേഷൻ, കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് ഈ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഉടലെടുത്ത ഒരു ആസ്പെക്ട്സ് ആണ് എന്ത്? ടെക്നോളജി, അല്ലെ? യെസ്. അപ്പൊ ഇവിടെ വേറെന്തൊക്കെ ടെൻഡൻസീസ് വരാം? ഇവിടെ വേറെന്തൊക്കെ, ഇത് കൂടാതെ വേറെന്തൊക്കെ ടെൻഡൻസീസ് വരാം? മാനിപ്പുലേഷൻ വരും. മാനിപ്പുലേഷൻ വരും, വെരി ഗുഡ്. പിന്നെ അബ്സ്ട്രാക്ഷൻ വരൂലേ? ക്യൂരിയോസിറ്റി വരില്ലേ? പിന്നെ കമ്മ്യൂണിക്കേഷൻ വരില്ലേ? ആശയവിനിമയം. അപ്പൊ ഗ്രിഗേറിയനെസ് ഇല്ല, അത് ഒരു ഫീലിങ്സുമായി ബന്ധപ്പെട്ടത് കേട്ടോ. എക്സ്പ്ലോറേഷൻ വരും മാം. എക്സ്പ്ലോറേഷൻ വരും, ക്യൂരിയോസിറ്റി വേണ്ട, കൂടിച്ചേരൽ വേണ്ട. കൂടിച്ചേരൽ വർക്ക് റിലേറ്റഡ് എന്നല്ല, ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉദ്ദേശിക്കുന്ന അതർ മോഡ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല. അതായത് ടെക്നോളജി റിലേറ്റ് ചെയ്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ട് വരുന്ന ടെക്നിക്സുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്നത്, ഇപ്പൊ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആസ്പെക്ട്സിലും ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട് അല്ലെ. ഇപ്പൊ എഡ്യൂക്കേഷൻ ഫീൽഡിലാണെങ്കിലും ഏത് ഫീൽഡിൽ, നമ്മുടെ ലൈഫിന്റെ ഏത് ഫീൽഡ് എടുത്തു നോക്കിയാലും, എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇപ്പോ അക്കാദമിക് ഏരിയാസ് മാത്രമല്ല, ഹോസ്പിറ്റൽ റിലേറ്റഡ് അതർ ഫീൽഡുകൾ, ഇക്കണോമിക് ആയിട്ടുള്ള ഫീൽഡുകൾ, ദെൻ പൊളിറ്റിക്കൽ, അതേപോലെ തന്നെ കൾച്ചറൽ, ഇതിലെല്ലാം തന്നെ നമ്മൾ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മനുഷ്യരിൽ ഇത്തരം പ്രവണതകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് എന്താണ് ടെക്നോളജിക്ക് ഇത്തരം ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രവണതകൾ മനുഷ്യരിൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്തരത്തില് ടെക്നോളജിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഓക്കെ, അതായത് മനുഷ്യന്റെ ഇത്രത്തോളം പ്രവണതകൾ ഇല്ലാതിരുന്നെങ്കിലോ നമ്മളൊന്നും തന്നെ കണ്ടുപിടിക്കില്ലായിരുന്നു, നമുക്ക് ഒരുവിധ മാറ്റങ്ങളും സംഭവിക്കില്ലായിരുന്നു, അല്ലെ? യെസ്. ഓക്കെ, മനസ്സിലായോ? ഉദ്ദേശിക്കുന്നത് ഒരു ഫീലിങ്സ് മാത്രം, അതായത് ഫീലിങ്സ് ആയിട്ടാണ് ഉൾപ്പെടുന്നത് കേട്ടോ. ഫീലിങ്സ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഫീലിങ്സ് ആയിട്ടുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു
ഇമോഷൻ കാറ്റഗറിയിലാണ് ക്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. അതായത് കൂട്ടം ചേരളം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നിരുന്നാൽ പോലും നമ്മൾ അതിനെ പറയുന്നത് എന്തെങ്കിലും പല സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിനെ പറഞ്ഞ എന്താണ്, നമ്മൾ എല്ലാ സമയവും ഒരേ മൂഡിലല്ല ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ അന്ന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതാണ്, ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയത്ത് ഗ്ലൂമി ആയിരുന്നു, തിരിച്ചു വന്ന സമയത്ത് എന്താണ് അവൻ എന്ത് സംഭവിച്ചു, ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. അത് ഒരു ഇമോഷണൽ ഫീലിങ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടെൻഡൻസിയാണ് കേട്ടോ ക്രിയേറ്റ്നെസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കൂട്ടം കൂടി അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കാൻ എൻഗേജ്ഡ് ആവുന്ന സമയത്ത് അവനുള്ള ആ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു മൂഡി ആയിരുന്നല്ല ആബ്സെന്റ് മൈൻഡ് മാറി പ്രസന്റ് മൈൻഡിലേക്ക് വരാനായിട്ടുള്ള ഒരു ഫീലിങ്സിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്താ ക്രിയേറ്റ്നെസ് എന്ന ടെൻഡൻസി. എല്ലാ മനുഷ്യനിലും ഉണ്ട് അത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ. പെർഫെക്ഷൻ ഇൻ അവർ എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഏത് തരം ടെൻഡൻസി ആയിരിക്കും വരുന്നതെന്ന്. മോഡിഫിക്കേഷനും നമുക്ക് പെർഫെക്ഷനും കൊണ്ടുവരാൻ വരുന്നത് ഏത് തരം ടെൻഡൻസികളാണ്? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. പക്ഷെ അവിടെ ഒരു കാര്യം കൂടി വരുമല്ലോ, കോൺസെൻട്രേഷൻ വരില്ലേ? റിപ്പീറ്റേഷൻ. കോൺസെൻട്രേഷൻ മെയിൻ ആണ്. പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും അല്ലെ. പിന്നെ വേറെന്തൊക്കെ വരും പെർഫെക്ഷൻ ആവണമെങ്കിൽ? അത്രയും കോമൺ ആയിട്ട് അത്രയും വരും. റിപ്പീറ്റേഷൻ വരും, വർക്ക് വരും. പെർഫെക്ഷൻ ആണെങ്കിൽ വർക്ക് വേണ്ടേ? വർക്ക് വരും. പർപ്പസ്ഫുൾ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമല്ലേ പെർഫെക്റ്റ് ആവുള്ളത്. കൺസിസ്റ്റൻസി. മാനിപ്പുലേഷൻ വരത്തില്ല. കാൽക്കുലേഷൻ വരത്തില്ലേ മാം? കാൽക്കുലേഷൻ വരും. അപ്പൊ ഇതെല്ലാം റിലേറ്റ് ചെയ്ത് വരുന്ന ആസ്പെക്ട്സ് ഏതാണ് നോക്കി? പെർഫെക്ഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി കൂടുതലായിട്ട് വരുന്ന എന്തിലാണ്? ആർട്ട് റിലേറ്റഡ് അല്ലെ? ആർട്ട് റിലേറ്റഡ്. ക്യൂരിയോസിറ്റിയും ക്രിയേറ്റിവിറ്റിയും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ, ക്രിയേറ്റിവിറ്റിയും ക്യൂരിയോസിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട് മാം, ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. ക്യൂരിയോസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. നമ്മൾ ക്യൂരിയസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഐഡിയാസ് വരുന്നത് അല്ലേ? അതെ. ക്യൂരിയസ് നമുക്ക് കൂടുതലാവുമ്പോഴാണ് നമ്മൾ അത് സ്ട്രോങ് ആയിട്ട് അത് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പൊ ഇവിടെ ആർട്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ എന്തൊക്കെ വരാം ഈ പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റി ഒക്കെ വെച്ചിട്ട്? വേറെ ഏത് ഫീൽഡൊക്കെ ഇവിടെ വരാം? ആർട്ട് മാത്രമാണോ? സയൻസ് വരാം. യെസ്, വെരി ഗുഡ്. പിന്നെ ടെക്നോളജി. ഓക്കെ, ഉൾപ്പെടുത്താം. ക്രിയേറ്റീവ് ആയിട്ട് ലിറ്ററേച്ചർ വരയ്ക്കും. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ എന്തൊക്കെ വരാം? എക്സ്പ്ലോറേഷൻ വരും. അതെല്ലാം ചോദിച്ചത് ടീച്ചർ. ഇതിലേത് പാർട്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ? ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ആർട്ട് മാത്രമാണ് ഇത് പറഞ്ഞിട്ട്. ഇതല്ലാതെ എന്തൊക്കെ വരും എന്നാണ് ചോദിച്ചത്. ആർട്ട് അല്ലാതെ എന്തൊക്കെ വരും എന്നാണ് ഇവർ പറയുന്നത്. കലകളിൽ മാത്രമാണോ നമുക്ക് പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്? സ്പോർട്സിന് പറ്റും. സ്പോർട്സ് ആണ്, അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം നമുക്ക് കേട്ടോ. പേഴ്സണാലിറ്റിയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറ്റും. പേഴ്സണാലിറ്റി ഉൾപ്പെടുത്താം നമുക്ക്. പിന്നെ എന്താണ് വേറെ എന്തൊക്കെ ഫീൽഡ് ഉണ്ട് നമ്മുടെ ചുറ്റും? മറ്റെന്തൊക്കെ ഫീൽഡ് ഉണ്ട്? 1-2 പോയിന്റ്സ് നിങ്ങൾ പറയുന്നില്ല. എൻവയോൺമെന്റിൽ കൊണ്ടുവരാൻ പറ്റും. എൻവയോൺമെന്റില് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതൊക്കെ ആർട്ടിൽ വരും. നമുക്ക് എൻവയോൺമെന്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആർട്ടിൽ വരില്ലേ? യെസ്. ഇതിൽ വരുമോ? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? നിങ്ങൾക്ക് കറക്റ്റ് ആയി ജോബ് പ്രൊഫഷൻ വരുമോ? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പ്രൊഫഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഫഷനിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും അല്ലെ? യെസ്, ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ പെർഫെക്ഷനും ക്രിയേറ്റിവിറ്റിയും വരുന്ന ഏത് ഫീൽഡും നമുക്ക് ആരും ആക്സെപ്റ്റ് കൊടുക്കും. ഇവിടെ ആർട്ടെന്ന് മാത്രം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്ന എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ എന്താണ്? അസസിംഗ് ദ പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻ, ഇൻഡിപെൻഡൻസ് ആൻഡ് ഹിസ്റ്ററി എന്നാ പറയുന്നത്. അസസിംഗ് പ്രോഗ്രസ് ഓഫ് അവർ അഡാപ്റ്റേഷൻസ്. ഇതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതായിരിക്കും
ഇൻഡിപെൻഡൻസ് നമ്മൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന എവിടെയാണ്? ആരും മൈക്കോണാണേ, ഒന്ന് നോക്കണേ. നമുക്ക് പൊരുത്തപ്പെടണമെങ്കിൽ, നമുക്കൊരു സാഹചര്യത്തോട് പൊരുത്തപ്പെടണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ടെൻഡൻസി എന്താണ്? നമ്മൾ അവിടെ ഫ്രീ ആവണം, അല്ലെ? അതിന് എന്ത് വേണം? നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന ടെൻഡൻസി വേണം, അല്ലെ? അപ്പൊ അതെങ്ങനെ ഹിസ്റ്ററി എന്ന ആസ്പെക്ട്സിലേക്ക് എത്തും? ഹിസ്റ്ററി, അതിന് കൊടുത്തിരിക്കുന്ന ആസ്പെക്ട്സ്, കൾച്ചറൽ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ആണെന്ന് പറയുന്നത്. എന്താണ് ചരിത്രത്തെ അവിടെ ഉൾപ്പെടുത്താൻ കാരണം? എന്തായിരിക്കും? ഹിസ്റ്ററി അല്ലാതെ, ഹിസ്റ്ററി അവിടെ നിൽക്കട്ടെ, അല്ലാതെ ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് കൾച്ചറൽ ആസ്പെക്ട്സ് നിങ്ങൾക്ക് പറയാൻ പറ്റും? റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ്, കൾച്ചറിൽ നിന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ഇൻഡിപെൻഡൻസ് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും, ഹിസ്റ്ററി അല്ലാതെ. ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരാം എന്താണ്. നമ്മുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റിലീജിയൻ പറ്റുമോ? റിലീജിയൻ, യെസ് പറ്റും, കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് റിലീജിയൻ പറയാൻ കാരണം? ഓരോ ഹിസ്റ്ററിക്കകത്ത് വരുന്ന ഓരോന്നിനകത്തും ഈ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. യെസ്, വരുന്നുണ്ട്. ഓക്കെ. എന്നിരുന്നാൽ പോലും അവിടെ റിലീജിയൻ ഉദ്ദേശിക്കുമ്പോൾ വേറെ എന്താണ്, എന്തായിരിക്കും അങ്ങനെ റിലീജിയൻ പറയാൻ കാരണം? കൾച്ചറുമായിട്ട് ഇത് ഇന്റർമിംഗിൾ ചെയ്ത് കിടക്കുകയാണ് ഹിസ്റ്ററി. ഓരോരുത്തർക്കും അവനവന്റെ കൾച്ചർ സെലക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? ചൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ? ടെൻഡൻസി ഉണ്ടോ? നമുക്ക് അങ്ങനെ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ചരിത്രത്തിൽ വിശ്വസിക്കും. നമ്മൾ ചരിത്രത്തെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെ? ശരിക്കും പറഞ്ഞാല് ചരിത്രാതീതമായിട്ടുള്ള കാലങ്ങളിൽ നടന്ന പല കാര്യങ്ങളും എന്താണ്, സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ഒരു ബേസിക് ഫൗണ്ടേഷൻ മൂലം സംഭവിച്ചിരിക്കുന്നത്. അതായത് മനുഷ്യനിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായത് കൊണ്ടാണ് പല വിധത്തിലുള്ള ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതായത് യുദ്ധങ്ങളാണെങ്കിലും പല പല കണ്ടുപിടുത്തങ്ങളാണെങ്കിലും ചരിത്ര പ്രസിദ്ധമായിട്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും എന്താണ്, മനുഷ്യനിലെ സ്വാതന്ത്ര്യപരമായിട്ടുള്ള പല കാര്യങ്ങൾ, അതായത് ഫ്രീ ആയിട്ട് അവിടെ ചെയ്യാൻ പറ്റും. ഇപ്പൊ കോൺഫ്ലിക്ട്സുകൾ, പല ഡിസ്പ്യൂട്ട് തർക്കങ്ങളൊക്കെ നടന്നപ്പോ 1957 റിവോൾട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 1857 റിവോൾട്ട്, 1857 കലാപങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഹിസ്റ്ററി പഠിച്ചവർക്ക് അറിയാൻ പറ്റും. 1857 റിവോൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റിവോൾട്ട്സ് ആണ്. അവിടെയൊക്കെ അവർ ചെയ്തത് എന്താണ്, അവർ എന്തെങ്കിലും പല പ്രശ്നങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു കാരണം എന്താ, ടീം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അതിനെ ഫ്രീ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ടീം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ എല്ലാവരും പോരാടിയിരുന്നത്, അല്ലെ? ഒരു നെഗറ്റീവ്സിന് വേണ്ടിയില്ല, പോസിറ്റീവിന് വേണ്ടിയിട്ടാണ് പല നേതാക്കളും പോരാടി അത്തരം സന്ദർഭങ്ങൾ, അല്ലെങ്കിൽ അത്തരം ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഗാന്ധിജിനെ എടുത്തു നോക്കുകയാണെങ്കിൽ വേണ്ട, നമ്മുടെ ശ്രീനാരായണ നവോത്ഥാന നായകന്മാരെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങള്? നവോത്ഥാന നായകന്മാര് ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, കേട്ടിട്ടില്ലേ ഇവരെ കുറിച്ച്? അവരുടെയൊക്കെ ഒരു ചിന്താഗതി എങ്ങനെയായിരുന്നു? അവര് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ച വ്യക്തികളാണ്, അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ട്, അത് വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചിട്ട് ആ സ്വതന്ത്ര ചിന്തയ്ക്ക് വേണ്ടി പോരാടിയ മനുഷ്യരാണ്, അല്ലെ? അതവന്റെ അപ്പൊ ആ കാലഘട്ടം മുതൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. മനുഷ്യൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കാനായിട്ട്, ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മതം ഏതായാലും മനുഷ്യൻ എന്നാൽ മതി, അല്ലെങ്കിൽ ഒരു ജാതി ഒരു മതം എന്ന ഒരു കോട്ട്, അല്ലെ? അദ്ദേഹമാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹം അതെന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന്റെ പാതയിൽ എന്താണ്, അദ്ദേഹം ഫ്രീ ആയിട്ട് ചിന്തിച്ചു, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിച്ചു. പലർക്കും എന്താണ് ഇൻഡിപെൻഡന്റ് ആകുന്ന രീതിയിലുള്ള പല ആസ്പെക്ട്സുകൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്കറിയാം ക്ഷേത്രത്തിൽ ഇപ്പൊ എല്ലാവർക്കും കയറാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നില്ല പഴയ കാലഘട്ടത്തിൽ, ശരിയല്ലേ? നമുക്ക് ആ ക്ഷേത്രപ്രവേശന ശേഷമാണ് നമുക്ക് ആ ഒരു റൈറ്റ്സുകളൊക്കെ വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അതെല്ലാം തന്നെ മനുഷ്യന്റെ ഇടപെടൽ മൂലം, മനുഷ്യൻ സ്വതന്ത്രനാവാൻ വേണ്ടി ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിച്ചത്? അത്തരത്തിൽ നമുക്ക് ഇന്നും പല ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അനുവാദം ഉണ്ടായത്. സ്വതന്ത്ര ചിന്ത എന്നൊരു നിലവിലുണ്ടായിരുന്നില്ലേ? എന്തോ സതി നിലവിലുണ്ടായി, ഇതൊക്കെ നിർത്തലാക്കിയത് എന്തുകൊണ്ടാണ്? നമ്മള് സ്വതന്ത്രരാവാൻ നമ്മൾ അന്ന് മുതൽ ആഗ്രഹിച്ചിരുന്നു, അല്ലെ? അപ്പൊ മനുഷ്യനിൽ ആ ഒരു കാലഘട്ടം മുതൽ എന്ത് നിലനിൽക്കുന്നുണ്ട്? ചരിത്രാതീത കാലഘട്ടം മുതൽക്കേ നമുക്ക് ഇൻഡിപെൻഡൻസ് എന്ന ഒരു ടെൻഡൻസി നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന മെയിൻ ആസ്പെക്ട്സ് എന്ത് തന്നെയാണ്? ഹിസ്റ്ററി തന്നെയാണ് കേട്ടോ. യെസ്.
ഇനി അപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യക്തിനെ ഇവിടെ പറഞ്ഞില്ല ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞപ്പോ തന്നെ. ആരെയാണ് പറയാഞ്ഞത്? ആരാണ് പറയാഞ്ഞത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ഫ്രീഡം ഫൈറ്റർ ആണ് അല്ലെ. അദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായ ടെൻഡൻസി ഇതായിരുന്നില്ലേ? ഇൻഡിപെൻഡൻസ് എന്ന ടെൻഡൻസി അല്ലേ? ഇൻഡിപെൻഡൻസ് അഹിംസയിലൂടെ എങ്ങനെ നേടാം? അല്ലെ, അഹിംസയാണ് എല്ലാ ടെൻഡൻസിയും. അതായത് മനുഷ്യനിൽ 14 ടെൻഡൻസി ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ടെൻഡൻസിക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി 1947 നമുക്ക് അർദ്ധരാത്രിയിലെ സ്വാതന്ത്ര്യം നേടിത്തന്നതിന്റെ പുറകിലുള്ള വ്യക്തിയാണ് ആ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത പ്രവണത എന്തായിരുന്നു? ഇൻഡിപെൻഡൻസ് ആണ്, സ്വതന്ത്രനാവാൻ. ഓരോ മനുഷ്യനും സ്വതന്ത്രനാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രയത്നിച്ചത് അല്ലെ. അല്ലെങ്കിൽ നമ്മൾക്ക് ഇന്നിരിക്കുന്ന പോലെ ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു അല്ലെ. അയ്യോ, ഓക്കെ. പ്രധാനപ്പെട്ട ഒരു സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട് മാം. എന്തോ സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടെന്ന് ഗാന്ധിജിയുടെ കൂടെ. എല്ലാവരും അല്ലെ. സ്വാമി വിവേകാനന്ദ. ഇത് ഗാന്ധിജിന്റെ ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നോ, എന്ത് നേടാൻ, എന്ത് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നോ അത് നമ്മളിൽ നിന്ന് തുടങ്ങട്ടെ എന്നല്ല പറഞ്ഞു. എവറി ചേഞ്ച് എന്തിനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് കൊണ്ടുവരാൻ നോക്കാം. ഗാന്ധിജിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ടാണ്. അഹിംസയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ആയുധം അല്ല. അഹിംസ എന്ന ആയുധം കൊണ്ടാണ് അദ്ദേഹം പോരാടിയത്. ഓക്കെ, അപ്പോ ഈ ഒരു ടേബിള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഇത് പഠിച്ചത് കേട്ടോ. ടെൻഡൻസി നമ്മുടെ ലൈഫാണ് കുറിച്ച്. നമ്മുടെ ലൈഫിൽ നമുക്കുള്ള പ്രവണതകളാണ് ഇത് കംപ്ലീറ്റ്. ഇതൊന്നും ഇല്ലാതെ ഒരു മനുഷ്യനും പൂർണ്ണത കൈവരിക്കുന്നില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു മനുഷ്യന് കൂടുതലും കുറവായിട്ടൊക്കെ ചെറിയൊരു അളവിലെങ്കിലും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇതിന്റെ ഒരു നോട്ട് വരും. ആ നോട്ടില് കുറച്ച് നോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലോറേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പറയും. എന്താണ്? ദ ഡിസയർ ടു ഡിസ്കവർ ആൻഡ് ലേൺ അബൌട്ട് ദ എൻവയോൺമെന്റ്. ദ ഡിസയർ ടു ഡിസ്കവർ ആൻഡ് ലേൺ അബൌട്ട് എൻവയോൺമെന്റ്. അപ്പൊ എക്സ്പ്ലോറേഷന്റെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡാഷ് ഡിസൈഡ് ടു ഡിസ്കവർ ആൻഡ് ലേൺ അബൌട്ട് എൻവയോൺമെന്റ്. എന്നിട്ട് ഓപ്ഷൻസ് 5-6 ടെൻഡൻസി കൊടുത്തിട്ടുണ്ടാവും. 4 ടെൻഡൻസിയിൽ ഏതെങ്കിലും ടെൻഡൻസി ഉണ്ടായിരിക്കും. അതിൽ ആൻസർ എന്തായിരിക്കും? എക്സ്പ്ലോറേഷൻ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണ്? ടീച്ചർ ഇതുപോലെ ഒരു നോട്ട് ഉണ്ട്. ഓരോ ടെൻഡൻസിനെയും കുറിച്ച് ഇങ്ങനെ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് പഠിക്കണം. എല്ലാവരും അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. 14 ടെൻഡൻസി ഉണ്ടായിരിക്കും. 14 എണ്ണം ഇതേപോലെ ക്യാപ്സുൽ ആയിട്ട് പഠിക്കാം. പിന്നെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ നമുക്ക് ഷോർട്ട് ആയിട്ട് എങ്ങനെ പറയാം? കാൽക്കുലേഷൻ എന്ന പ്രവണതനെ നമ്മൾ എങ്ങനെ പറയാം? The need to express oneself and മാറിപ്പോയി. The ability to understand work with the numbers. എന്താണ് ആൻസർ? കാൽക്കുലേഷൻ. The ability to understand work with the number എന്ന് പറയുന്ന ടെൻഡൻസി എന്താണ്? കണക്ക് കൂട്ടൽ അഥവാ കാൽക്കുലേഷൻ. ഓക്കെ, then manipulation. The tendency to use tools and objects to achieve goals. Manipulation എന്താണ്? The tendency to use tools and objects to achieve goals. Then imitation. Imitation എന്ന് പറയുന്ന ഒരു ടെൻഡൻസി ആണ്. എന്താണ് imitation എന്ന് പറയുന്നത്? ഇമിറ്റേറ്റ് ചെയ്യുക, മനുഷ്യന്റെ പ്രവണതയാണ്. അത് എന്താണ്? The tendency to learn by observing and imitating by others. മറ്റുള്ളവരെ നോക്കിയിട്ട് അതിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അനുനയിക്കുന്നു അല്ലെങ്കിൽ അനുനയിക്കുന്നു അനുകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെ ഇതേപോലെ ഓരോന്നും ക്യാപ്സൂൾ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കാണാതെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. കാരണം നിങ്ങൾ ഇതിൽ നിന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒരു നോട്ടും ഇട്ടിട്ടുണ്ടാവും. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പഠിക്കുക, ഈ ഒരു നോട്ട്സും പഠിച്ചിരിക്കണം കേട്ടോ. യെസ്. ഇനി ഞാൻ കുറച്ച് വൈബയുടെ ഒരു കാര്യം പറയാം. ടേബിൾ അല്ല ടേബിൾ ഒന്നും നോക്കണ്ട. ടേബിളിന് പ്രത്യേകിച്ച് ഇന്നൊരു ചോദ്യം വരാറില്ല. ഇതേപോലെ ഇപ്പൊ ഈ ടേബിളിലുള്ള പോലെ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ വരുന്നത്. ചിലപ്പോ ഏതെങ്കിലും സിറ്റുവേഷൻ തന്നിട്ട് അത് ഏത് നമ്മളിപ്പോ ഡിഫൻസ് മെക്കാനിസം പഠിച്ചത്. ഡിഫൻസ് മെക്കാനിസം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? സിറ്റുവേഷൻ തന്നിട്ട് ഏത് മെക്കാനിസം ആണ് അവിടെ എടുക്കണമെന്നാണ് ചോദിക്കാറ് അല്ലെ. അതേപോലെ തന്നെയാണ് എന്ത് ഇവിടെ ഏതെങ്കിലും ഒരു ടെൻഡൻസി കാണിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോ അത് നോക്കിയിട്ട് നമ്മൾ അപ്പോഴാണ് അത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അതേപോലെ തന്നെ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല അല്ലെ. അതേപോലെ പഠിച്ചിട്ട് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ.
പക്ഷെ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോറേഷനുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇപ്പൊ ഒരു കുട്ടി എക്സ്പ്ലോർ ചെയ്ത് എന്തെങ്കിലും കണ്ടെത്തുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടായിരിക്കും ഇതിൽ ഏത് ടെൻഡൻസിയാണ് കാണുന്നത് അങ്ങനെ ചോദിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇടില്ല, പേടിക്കണ്ട കേട്ടോ. യെസ്. അപ്പൊ ഇത് കാണാതെ ഞാൻ പഠിക്കാൻ പറയുന്നില്ല, കാരണം ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കില്ല, ഇങ്ങനെ ആസ്പെക്ട്സുകളൊന്നും ചോദിക്കില്ല, ഏത് ടെൻഡൻസി ആണെന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. പിന്നെന്ന് പറയാൻ അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 14 ടെൻഡൻസിയുടെ പേരുകൾ പഠിക്കുക. ഈ ടീച്ചർ മോക്ക് ടെസ്റ്റിന്റെ കൂടെ ഈ ഒരു ടെസ്റ്റും കൂടി, ഈ ഒരു നോട്ടും കൂടി തന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതും നിങ്ങൾ പഠിക്കാം. ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പാഠഭാഗത്തിൽ വരുന്നത്, ടെൻഡൻസീസ് ഓഫ് മാനിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്, മൂവ്മെന്റ് എന്ന ഭാഗം. അതും കൂടി ഉള്ളൂ എനിക്ക്, കഴിഞ്ഞു. ലാസ്റ്റ് ചാപ്റ്റർ ആണത്, മൂവ്മെന്റ്. ചാപ്റ്റർ 8 മൂവ്മെന്റ്. ചെറിയ ചാപ്റ്ററാണ്, പക്ഷെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒരു ചെറിയ 2-3 പേജേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ തരുന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം. എല്ലാ ടെൻഡൻസിനെയും റിലേറ്റ് ചെയ്ത് വരുന്ന ടെൻഡൻസിയിൽ ഏതൊക്കെയാണ് നിങ്ങൾ സ്വയം ഒന്ന് പഠിക്കാൻ നോക്കണം. അത് ഓരോന്ന് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ വൈവയുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ അറിയാവുന്നവരായിരിക്കണം കേട്ടോ. അറിയില്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഒന്ന് പിടിച്ചിരുത്താം. ബാക്ക് ക്യാമറ ഇല്ലേ, മനസ്സിലായോ? ഫോണിലാണ് കാണിക്കുന്നതിന് ബാക്ക് നേരെ പിടിക്കാൻ എല്ലാവർക്കും അറിയില്ല. ബാക്ക് ക്യാമറ ഓൺ ചെയ്യാൻ അറിയാത്ത പല കുട്ടികളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ അറിയില്ലെങ്കിൽ മാം നമ്മൾ ഇത് ബാക്ക് ക്യാമറ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ഫ്രണ്ട് ക്യാമറ അല്ലേ ഉള്ളൂ. രണ്ട് ക്യാമറ ഉണ്ട് നമുക്ക്. അത് അങ്ങോട്ട് തിരിക്കേണ്ട കാര്യമുള്ളത്. ഇവിടെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ ആരോ മാർക്ക് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരും കേട്ടോ. അല്ല മാം, അത് നമുക്ക് വീഡിയോ ക്യാമറയ്ക്കകത്ത് പറ്റും. നമുക്ക് ഈ ലിങ്ക് കയറുമ്പോഴോ ക്ലാസ് റൂമിൽ കയറുമ്പോഴോ നമുക്ക് ബാക്ക് ക്യാമറ ഓപ്ഷൻ ഉണ്ട്. ആര് പറഞ്ഞില്ല എന്നാ ഞാൻ ചെയ്യണല്ലേ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഒരു കോൾ എടുക്കാന്ന് വെച്ചോ. നമ്മളൊരു കോള് വിളിക്കുകയാണ്. നിങ്ങൾ ഇപ്പൊ ലിങ്കിൽ കയറുമ്പോ എന്താണ്, അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും താഴെയായിട്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിലും കാണിക്കാം ബാക്കിലും കാണിക്കാം. നിങ്ങൾ ഇപ്പൊ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ആയിരിക്കുള്ളൂ അല്ലെ. അത് നിങ്ങൾക്ക് മെറ്റീരിയൽസ് കാണിക്കണമെങ്കിൽ എന്താണ്, അവിടെ ഈ പറഞ്ഞ ആരോ മാർക്ക് അവിടെ ഉണ്ടായിരിക്കും. നോക്കണം. അറിയാത്തവര് ആ കൂടെ ആരെങ്കിലും അറിയാവുന്നവരുടെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് ചെയ്യാം കേട്ടോ. ആൺകുട്ടികളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് നിങ്ങൾ കയറാൻ നോക്കാം. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കേണ്ടത്. ആ ഒരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാണോ അവിടെ നിങ്ങൾ ഇരിക്കുക. ഒരു ടെൻഷന്റെ കാര്യമില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. അത്രയും ചെയ്യാനുള്ളൂ കേട്ടോ. പിന്നെ സെമിനാർ എടുപ്പിക്കും. അതില് അറിയാലോ നിങ്ങൾക്ക്, ചെറിയ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ അതിനെ പറഞ്ഞാൽ മതി. അറിയാവുന്ന ഭാഷയിൽ കുറച്ച് പെട്ടെന്ന് തന്നെ അതൊന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ. ഇനി വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ എടുത്തവരാണെങ്കിൽ കുഴപ്പമില്ല. വേറെ വലിയ ടോപ്പിക്സുകൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. സമയം കിട്ടിയില്ല അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മൾ ആ മാർക്ക് വെച്ചിട്ട് എടുക്കും. എന്നിരുന്നാൽ പോലും അത് ആ ടോപ്പിക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറഞ്ഞ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് പറയാനെങ്കിലും പറ്റാം കേട്ടോ. പിന്നെ ഇത്രയും ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ഫോൺ ആണെങ്കിൽ ഫുൾ ചാർജ് ആയിട്ട് വെക്കാം. അത്യാവശ്യം റേഞ്ച് ഉള്ളോട് തിരിക്കാം. എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ട് ഇരിക്കാം. പിന്നെന്താണ്, കറക്റ്റ് സമയത്ത് ലിങ്ക് ഓപ്പൺ ചെയ്ത് കയറാൻ നോക്കാം കേട്ടോ. ഒരു വൈവ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും കേട്ടോ. ഓൾറെഡി സെമിനാർ എടുത്ത ടോപ്പിക്കിൽ തന്നെ നമ്മളൊന്ന് അവയർനെസ് ആയി ഇരുന്നാൽ മതിയോ? ഓൾറെഡി എടുത്തു വെച്ച സെമിനാർ നിങ്ങൾ എടുത്ത ടോപ്പിക്, പി ജിയിൽ എടുത്ത ടോപ്പിക്, പി ജിക്കാരാണെങ്കിലാണ് പി ജിക്കാർ എടുത്ത പി ജി ആണ്. പി ജിക്ക് എടുത്തിട്ടുണ്ട്. ഒരു ടോപ്പിക്കിൽ ഞാൻ സെമിനാർ എടുത്തിട്ടുണ്ട്. എടുത്ത ടോപ്പിക് തന്നെ നിങ്ങൾ എടുക്കാം കേട്ടോ. ഇന്ന് 1:30 സ്റ്റാർട്ട് ചെയ്യില്ലേ? രാവിലെ സ്റ്റാർട്ട് ചെയ്തോ? രാവിലെ സ്റ്റാർട്ട് ചെയ്തല്ലോ. 1:30 ഉണ്ട്. ഇന്നിപ്പോ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? വൈവ കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിലുണ്ടോ വൈവ കഴിഞ്ഞ ആരെങ്കിലും? ആരുമില്ല. ഓക്കെ. യെസ്. ഒരു ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് കോൺഫിഡന്റ് ആയിട്ട് വൈവ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ടീച്ചേഴ്സ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ പറയുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്ഷനോടുകൂടി പറയാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഇത്രയും നാള് പഠിച്ചതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നിങ്ങളുടെ ആ വൈവ. അപ്പൊ ആ ഒരു പ്രസന്റേഷനിൽ അത് കണ്ടാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നോന്ന് നിങ്ങൾ പറയണം. ഞങ്ങൾക്ക് വൈവ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ധൈര്യമായിട്ട് പങ്കെടുക്കാൻ നോക്കാം.
വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എല്ലാവരും എന്റെ വഴി കഴിഞ്ഞതാ മാം. എനിക്ക് പറയാൻ പറ്റില്ല, ഇടയ്ക്ക് ഞാൻ ഇവിടെ നീങ്ങിയൊക്കെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വൈവ? കുഴപ്പമില്ലല്ലോ. നല്ല എളുപ്പമായിരുന്നു മാം. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യമായിട്ടായതുകൊണ്ട്, പക്ഷെ നല്ല എളുപ്പമായിരുന്നു. ടെൻഷൻ അടിക്കേണ്ട പോലെ ഉണ്ടായില്ല. കേറുന്ന എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും, കയറി കഴിയുമ്പോൾ മനസ്സിലാവും. ഇത്രേ ഉള്ളൂ അല്ലേ? അല്ലേ ഷമീന? അതെ മാം. ബാക്ക് ക്യാമറ എനിക്കും ഓണാക്കാൻ അറിയില്ലായിരുന്നു. മാം പറഞ്ഞു ബാക്ക് ക്യാമറ ഓണാക്കാനായിട്ട്. അപ്പൊ ഇല്ല, മിൽഡ്രോസ് മാം ആയിരുന്നു. അപ്പൊ ശരി, അപ്പൊ വൈവയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂ. ഓക്കെ, ഇന്ന് വൈവ ഉള്ളവര് സ്ലോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ നടക്കട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു. ഉമേര ഇവിടെ ഉണ്ടായിരുന്നു, മിണ്ടാതിരിക്കാനുള്ള ഉമേര. മാം എന്താ പറഞ്ഞു?